നമ്മളെ ഈ റേബൻ ഗ്ലാസ് ഉണ്ടല്ലോ, റേബൻ നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. അതിൽ ചില റേബൻ പി എന്ന് ഉണ്ടാവും. ആ പി എന്താ അറിയോ? അതാണ് പോളറൈസ്ഡ് ഗ്ലാസസ്. ഈ പോളറൈസ്ഡ് ഗ്ലാസ് എന്താ വെച്ചാൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോൾ ഈ നമ്മളെ ഈ റിഫ്ലക്ഷൻ ഉണ്ടാവും, അതായത് നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷൻ കട്ട് ഔട്ട് ചെയ്യുന്ന സംഭവമാണ് പോളറൈസിംഗ് എന്ന് പറയുന്നത്. ഈ പോളറൈസ്ഡ് ഗ്ലാസിന്റെ ഗുണം എന്താ വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, കളർ നല്ല അടിപൊളി എൻഹാൻസ് ചെയ്യും. അതിന് പുറമെ നമ്മൾ സാധാരണ സൺഗ്ലാസ് കിട്ടുന്ന UV പ്രൊട്ടക്ഷൻ, UVA UVB പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരെ വെച്ചാൽ കുറെ ദൂരം വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, നമ്മളെ ബോട്ടിൽ പോകുന്ന ആൾക്കാർ, സ്വിമ്മിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഇതിന്റെ ക്ലാരിറ്റി ഭയങ്കര എൻഹാൻസ് ആയിരിക്കും. എന്നാൽ ഈ പോളറൈസ്ഡ് ഗ്ലാസിന് പ്രശ്നമുണ്ട്. നമ്മൾ ഫോണിൽ നോക്കുമ്പോഴോ സ്ക്രീനിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലോ ലൈറ്റിൽ എവിടെയും പോകുമ്പോൾ ഇതിന് എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. അപ്പം അത് മാത്രമല്ല, പോളറൈസ്ഡ് ഗ്ലാസിന് വേറെ പ്രശ്നം വെച്ചാൽ സാധാരണ ഗ്ലാസ് അപേക്ഷിക്കുമ്പോൾ പോളറൈസ്ഡ് ഗ്ലാസിന് വില കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഗ്ലാസ് പോളറൈസ്ഡ് ആണോ അല്ലയോ നോക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് അങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് നോക്കുക സ്ക്രീനിലേക്ക്. ഈ ടിൽറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു കറുപ്പ് കളർ പോലെ കാണുന്നുണ്ടെങ്കിൽ അത് പോളറൈസ്ഡ് ഗ്ലാസ് ആണ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്ലെയറുള്ള സാധനത്തിലേക്ക് നോക്കുമ്പോൾ ആ ഗ്ലെയർ കുറക്കാൻ പറ്റുകയാണെങ്കിൽ അതും പോളറൈസ്ഡ് ഗ്ലാസ് ആണ്. പോളറൈസ്ഡ് ഗ്ലാസ് നല്ല കാര്യം തന്നെയാണ്. അത് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കറക്റ്റ് അതിന്റെ യൂസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ പോളറൈസ്ഡ് ഗ്ലാസ്.